Ladies and gentlemen, this is Adarsh and welcome to My Gonadi. IMDb-ല് 8.6 റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. സോ ഞാൻ IMDb റേറ്റിംഗ് നോക്കിയിട്ടല്ല സിനിമ കാണാറ്. കുറേ പേരുണ്ട്, ലോട്ട് ഓഫ് പീപ്പിൾ IMDb ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് സിനിമ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊരു സോഷ്യൽ ഡ്രാമയാണ്. ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും പരിപാടിയൊക്കെ പറഞ്ഞു പോകുന്ന സിനിമ. അതായത് നമ്മുടെ മാരി സെൽവരാജ്, വെച്ചിമാരൻ പടങ്ങൾ, അതിന്റെ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ആണ് ഈ സിനിമയും. അതിനൊരു റീസെന്റ് എക്സാമ്പിൾ ആയിരുന്നു ബൈസൺ. പക്ഷെ ബൈസൺ ഈസ് ഡിഫറെന്റ്. ബൈസൺ ഒരു മാസ്റ്റർ പീസ് ആണ്. അതിന്റെ മെയിൻ റീസൺ ഈ സ്പോർട്സ് എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ സോള് പറയുന്നത് കബഡിയാണ്. അതിന്റെ ഇടയിൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പറയുന്നുണ്ട്. സോ വി ഡോണ്ട് ഗെറ്റ് ബോറടിക്കില്ല. നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ബൈസൺ. ഭയങ്കര ഒരു ഡ്യൂറേഷൻ, ഓൾമോസ്റ്റ് 3 hours ഉണ്ടെങ്കിൽ പോലും. സോ ഈ സിനിമയുടെ പേര് ദന്തൂര. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ബേസിക്കലി ഇതൊരു തെലുങ്ക് സിനിമയാണ്. സോ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എവിടെയുണ്ടോ അവിടെ ഒരു ഹയർ കാസ്റ്റും ഉണ്ടാവും, ഒരു ലോവർ കാസ്റ്റും ഉണ്ടാവും. സോ ഇതിലെ ഹയർ കാസ്റ്റ് ആൾക്കാർ തന്തയില്ലാത്തവരാണ്. അവരുടെ ഒരു ഐഡിയോളജി എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പൊ ഈ ലോവർ കാസ്റ്റുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റ് ജോലി മേടിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കിയാലും നീയൊക്കെ കാശ് ഉണ്ടാക്കിയവൻ മാത്രമല്ലടാ, നീയൊക്കെ നിന്റെ തന്തയും അതേപോലെ മുത്തശ്ശനൊക്കെ പണ്ട് സെപ്റ്റിക് ടാങ്ക് കോരാൻ നടന്നവനല്ലേ, ഞങ്ങളുടെ വീട്ടിൽ അടിമയായിരുന്നില്ലേ? അങ്ങനത്തെ കുറെ തന്തയില്ലായ്മ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഇതിലത്തെ ഹയർ കാസ്റ്റുള്ള ആൾക്കാർ. സോ ഹയർ കാസ്റ്റിലെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യാൻ ഒരു സെമിത്തേരിയും പരിപാടിയും ആശാവപ്പറമ്പൊക്കെ ഉണ്ട്. എന്നാൽ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടേ അടക്കാൻ പാടില്ല. ഒരു പാലത്തിന്റെ അടിയിലാണ് ഇവരെ കൊണ്ടേ അടക്കുക. എന്നാൽ അങ്ങോട്ട് പോണ വഴിക്ക് ഒരു അമ്പലം ഉണ്ട്, അതുകൊണ്ട് ആ വഴി പോകാൻ പാടില്ല. പാലത്തിന്റെ മുകളിൽ നിന്ന് ഈ ബോഡി കെട്ടിയിറക്കും. അങ്ങനെയാണ് ഇവരെ അടക്കുക. സോ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഈ ദന്തൂര സംഭവം, ഈ പടത്തിന്റെ 10 മിനിറ്റ് കിടുവായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഈ ബോഡിയൊക്കെ കെട്ടി ഇറക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ഈ സിനിമയ്ക്ക് പറ്റി. പിന്നെ ആ നഗ്ന സത്യം പുറത്തു വന്നു. ഓൾവേസ് 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 ഡോണ്ട് ട്രസ്റ്റ് IMDb റേറ്റിംഗ്. സോ IMDb റേറ്റിംഗ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും ഒരു സിനിമ കാണരുത് എന്ന് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നത്തിങ് ന്യൂ, നത്തിങ് എക്സൈറ്റിംഗ്. യൂഷ്വലി ഒരു കാസ്റ്റ് പടം അതിന് ഇത്രത്തോളം റേറ്റിംഗ് വേണോന്ന് ഐ ഡോണ്ട് റിയലി നോ. ഭയങ്കര ഒരു മിഡ് സിനിമയാണ്. വൻ കിഡ് പെർഫോമൻസോ പുതുതായിട്ടുള്ള കാര്യങ്ങളോ അതൊന്നും ഇതിലില്ല. നമുക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫില് സീൻ ബൈ സീൻ പ്രെഡിക്റ്റബിൾ ആണ്. അതായത് ഇത് എങ്ങോട്ടാണ് പോണത്, ഇതിൽ ആരൊക്കെ ചാവും, ആരൊക്കെ കൊല്ലും, ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. സ്റ്റിൽ സെക്കൻഡ് ഹാഫിൽ എന്തോ ലോകം കണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ട് എന്നൊക്കെ ആരൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവം ഒന്നും ഞാൻ പാക്കല്ലേ. ഇതേപോലെ ഒരു 10 ലക്ഷം സിനിമകൾ വന്നിട്ടുണ്ട്. സോ എനിക്കിത് ഭയങ്കര ഒരു മിഡ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇതിലത്തെ ഒരു പാട്ട് കിഡു സാധനമായിരുന്നു. അത് പെട്ട സാധനമായിരുന്നു. ആൻഡ് ഇതിൽ പെർഫോമൻസ് വൈസ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. കിഡു പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇമോഷണൽ സീൻസ് അടക്കം എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കി വൻ കിഡു പെർഫോമൻസ് ആയിട്ട് പേഴ്സണലി എനിക്ക് ആരെയും തോന്നിയില്ല. ഇതിൽ സർപഞ്ച് ആയിട്ട് ഒരു ആക്ടർ ഉണ്ട്, ഹി വാസ് ഓൾസോ നൈസ്. ബാക്കി എല്ലാം ഔട്ട് ആൻഡ് ഔട്ട് മിഡ്. സോ ഇതേപോലെ ഒരു ലോഡ് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതുതായിട്ടോ അല്ലെങ്കിൽ വൻ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനത്തെ സിനിമകൾ കാണാത്തവരാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് സിനിമ, ആൻഡ് സിനിമ ഈസ് ഓൾ അബൌട്ട് പെർസ്പെക്ടീവ്സ് ആൻഡ് ഒപ്പീനിയൻ. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഞാൻ ഒറിജിനൽ ലാംഗ്വേജ് ഒക്കെ കണ്ട്, എപ്പോഴും ഞാൻ ഒറിജിനൽ ലാംഗ്വേജ് കാണാറ്. അത് കാണുമ്പോൾ കിട്ടുന്ന ഫീല് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ്. സോ എപ്പോഴും സബ് ടൈറ്റിൽ വെച്ച് സിനിമ കാണാൻ പഠിക്കുക. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ പല സിനിമാസ് എക്സ്പ്ലോർ ചെയ്യാനും അത് സഹായിക്കും. സോ വേണ്ടവര് കണ്ടു നോക്കുക.